2025 IPL ക്വാളിഫയർ 1-ൽ കളിക്കാനുള്ള സുവർണാവസരം കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. പഞ്ചാബ് കിങ്സിനെതിരായ അവസാന ലീഗ് മത്സരത്തിലേറ്റ 7 വിക്കറ്റിന്റെ തോൽവിയാണ് അവരുടെ ടോപ്പ് 2 പ്രതീക്ഷകൾ തകർത്തത്. അങ്ങനെ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനക്കാരാവാനേ അവർക്കായുള്ളൂ. ഇനി മുംബൈക്ക് എലിമിനേറ്ററാണ് പ്ലേ ഓഫിൽ കളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ആ ചോദ്യം ഉയരുകയാണ്, മുംബൈ ഇന്ത്യൻസിന്റെ 6ാം കിരീടമോഹം തകർക്കപ്പെട്ടോ എന്ന ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം ഉയരാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പഞ്ചാബിനെതിരെയുള്ള മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം. രണ്ടാമത്തെ കാര്യം, എലിമിനേറ്ററിൽ വിജയം സ്വന്തമാക്കി ക്വാളിഫയർ 2-ലേക്ക് പ്രവേശിച്ച് അവിടെയും വിജയം സ്വന്തമാക്കി ഫൈനലിലേക്ക് പ്രവേശിച്ച് ആ കലാശ പോരാട്ടത്തിൽ കിരീടമുയർത്തുക എന്നത് IPL ചരിത്രത്തിൽ തന്നെ അധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഇതൊരു അസാധ്യമായിട്ടുള്ള കാര്യമല്ല. IPL ചരിത്രമെടുത്താൽ ഒരേ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ടീം കിരീടം ഉയർത്തിയിട്ടുണ്ട്. 2016-ലെ ഡേവിഡ് വാർണറുടെ കീഴിലുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരുന്നു അത്. അന്ന് എലിമിനേറ്ററിൽ 22 റൺസിന്റെ വിജയം സ്വന്തമാക്കിയ ഹൈദരാബാദ് ക്വാളിഫയർ 2-ൽ 4 വിക്കറ്റ് വിജയവും സ്വന്തമാക്കി. അങ്ങനെ ഫൈനലിലേക്ക് പ്രവേശനം നേടിയ അവർ കലാശ പോരാട്ടത്തിൽ RCBയെ 8 റൺസിന് പരാജയപ്പെടുത്തി കിരീടം ചൂടുകയും ചെയ്തു. ഇത്തവണ മുംബൈ ഇന്ത്യൻസിന് ഈ ഒരു ചലഞ്ചാണ് ലഭിച്ചിട്ടുള്ളത്. 2016-ൽ ഹൈദരാബാദ് കാഴ്ചവെച്ചിട്ടുള്ള IPL ചരിത്രത്തിലെ തന്നെ ഒരേ ഒരു കരുത്തുറ്റ പ്രകടനം. എലിമിനേറ്ററിൽ നിന്നുമുള്ള ഒരു വിജയക്കുതിപ്പ് കിരീടം ഉയർത്തുന്നതുവരെ. അതാണ് ഇനി മുംബൈ ഇന്ത്യൻസിന് മുന്നിലുള്ളത്. മുംബൈ ഇന്ത്യൻസിന്റെ എലിമിനേറ്റർ ചരിത്രം കൂടി അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. IPL ചരിത്രത്തിൽ 4 തവണയാണ് എലിമിനേറ്ററിലേക്ക് മുംബൈ യോഗ്യത നേടിയിട്ടുള്ളത്. ഇതിൽ 2 എണ്ണത്തിൽ അവർ ജയിച്ചപ്പോൾ ബാക്കിയുള്ള 2-ലും തോൽക്കുകയും ചെയ്തു. 2011-ൽ കൊൽക്കത്തയെയും അവസാനമായി 2023-ലെ ലക്നൌവിനെയും മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തി. 2012-14 വർഷങ്ങളിൽ അവർക്ക് അടിതെറ്റുകയും ചെയ്തു. ജയിച്ച 2 എലിമിനേറ്ററുകളിൽ അവർക്ക് ഫൈനലിലെത്താൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് കിരീടം ഉയർത്തുക എന്നത് വലിയ ഒരു കടമ്പയാണ്. അത് മറികടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. 2016-ൽ ഹൈദരാബാദ് കാണിച്ചു തന്നത് നടപ്പിലാക്കുക. അതാണ് ഒരേ ഒരു വഴി. ആ ചരിത്ര കുതിപ്പ് തുടർന്നുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന് ഇത്തവണ കിരീടം ചൂടാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.